നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് തുറന്നു. നവീകരിച്ച സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഒരു മാസം മുമ്പ് തുടങ്ങിയ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തിയായത്. ബസ് സ്റ്റാൻഡിൽ പുതിയ കോൺക്രീറ്റ് നിലം, ഇരുവശത്തും അഴുക്കുചാൽ, മലിനജല ശുദ്ധീകരണ പ്ലാന്റ് എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. നഗരസഭയുടെ 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബസ് സ്റ്റാൻഡ് നിലം കോൺക്രീറ്റിംഗും മലിനജല ചാലും പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിച്ചാണ് സ്റ്റാൻഡിനകത്ത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പൂർത്തിയാക്കിയത്. സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായി ബസ്സുകൾ പാതയോരത്താണ് നിർത്തിയിട്ടിരുന്നത്. ഇത് ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. സ്റ്റാൻഡ് തുറന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. മഴക്കാലത്ത് ബസ് സ്റ്റാൻഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും മലിനജലം ഒഴുകിപ്പോകാത്തതും നിരവധി പരാതികൾക്കിടയാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബസ് സ്റ്റാൻഡ് നവീകരണം നഗരസഭ വേഗത്തിലാക്കിയത്. നവീകരണം പൂർത്തിയാക്കിയ സ്റ്റാൻഡ് ചെയർമാൻ MK ജയപ്രകാശ് തുറന്നുകൊടുത്തു. ബസ് സ്റ്റാൻഡ് താമം ആയതുകൊണ്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറാത്ത നിലയിൽ അത് ഈ വർഷം തന്നെ പൂർത്തിയാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റാൻഡാണ് നല്ല രീതിയിൽ നവീകരിച്ചത്. കരാറെടുത്ത രമേശൻ നന്നായിട്ട് ചെയ്യാനായി ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നഗരസഭയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഒന്നാണ്. ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, കൗൺസിലർമാരായ KM ലത, K. രാജലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി PS രാജേഷ് നന്ദിയും പറഞ്ഞു. മുനിസിപ്പൽ എഞ്ചിനീയർ PS സന്ദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.